നമ്മുടെ പ്രധാനമന്ത്രിയെ, പ്രധാന സേവകനെ വരവേൽക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇങ്ങനെ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. മിഥുനിലേക്ക് തന്നെ പോകുന്നു. മിഥുൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം നടക്കുന്നുണ്ട് എന്നുള്ളത്. പ്രധാനമന്ത്രി എത്തുന്ന സമയത്തിന് മുൻപ് തന്നെ സ്റ്റേഡിയത്തിനകത്തേക്ക് ആളുകളെ പ്രവേശിപ്പിച്ച എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയല്ലേ ഇപ്പോൾ ഉള്ളത്? കർശനമായ ഉപാധികളോടെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയല്ലേ ഇപ്പോൾ പരിസരത്തെമ്പാടും ഏർപ്പാടാക്കിയിരിക്കുന്നത്? രോഹിണി, ഇവിടേക്ക് എത്തുന്ന പ്രവർത്തകരെയെല്ലാം ഘട്ടം ഘട്ടമായി തന്നെ പരിശോധനകൾ പൂർത്തിയാക്കി കവാടത്തിനുള്ളിലേക്ക് കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കവാടത്തിന് മുന്നിൽ എത്തുന്ന മുഴുവൻ പ്രവർത്തകരെയും ഘട്ടം ഘട്ടമായി പരിശോധനകൾ പൂർത്തിയാക്കി കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നു. മറ്റ് സുരക്ഷാ അവസാനവട്ട വിലയിരുത്തലുകളെല്ലാം ഈ പ്രദേശത്തും മറ്റിടങ്ങളിലുമൊക്കെയായി പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രവർത്തകർ വരുന്നു. അതിനോടനുബന്ധിച്ച് തന്നെ കൂടുതൽ സമയം ഇവിടെ നിലയുറപ്പിക്കേണ്ട ആവശ്യം വരാതെ തന്നെ അവരെ കവാടത്തിനുള്ളിലേക്ക് കയറ്റിയിരുത്തുന്നതിനുള്ള വിട്ടുകൊണ്ടിരിക്കുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് പ്രവർത്തകർ എല്ലാവരും ഉള്ളത്. നമ്മൾ ആ വാക്കുകളിൽ നിന്നെല്ലാം കേട്ടതാണ് എത്രത്തോളം ആവേശമാണ് ഓരോ പ്രവർത്തകർക്കും ഉള്ളത്. അതുമാത്രമല്ല, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ വലിയ പങ്കാളിത്തം ഈ സ്റ്റേഡിയത്തിന്റെ മുൻഭാഗത്ത്, അദ്ദേഹത്തിന്റെ റോഡ് ഷോ നടക്കുന്ന ഈ ഭാഗത്ത് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. അതിനോടനുബന്ധിച്ചിട്ടുള്ള സുരക്ഷാ വിലയിരുത്തലുകളാണ്, അവസാനവട്ട ക്രമീകരണങ്ങളാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെയും മറ്റു ഭാഗത്തു നിന്ന് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന പ്രവർത്തകർ, അത് കൊച്ചിയുടെയും ആലപ്പുഴ, കോട്ടയം ജില്ലകളുടെയൊക്കെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന പ്രവർത്തകർ ഈ കവാടത്തിന് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അവർ ഘട്ടം ഘട്ടമായി വിവിധ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് സ്റ്റേഡിയത്തിന് ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. വിവിധ വികസന പ്രവർത്തനങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസന കുതിപ്പിൽ ഭാരതം മുന്നോട്ട് പോകുമ്പോൾ അതിനൊത്തു തന്നെ കേരളത്തിലും കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമൊക്കെ പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കുമ്പോൾ ഇനി ആ ഒരു വികസന കുതിപ്പ്, ഭാരതത്തിനുണ്ടായിരിക്കുന്ന വികസന കുതിപ്പിനൊപ്പം തന്നെ വലിയ മാറ്റം കേരളത്തിലും ഉണ്ടാകുന്നതിന് വേണ്ടി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക്, BJPക്ക് MLA-മാർ കേരളത്തിൽ നിന്നും ഉണ്ടാകണം എന്നുള്ള ഒരു വലിയ പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ് ഇവിടെ എത്തുന്ന പ്രവർത്തകർ എല്ലാവരും തന്നെ. ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് NDAയുടെയും BJPയുടെയും പ്രവർത്തകരെല്ലാം തന്നെ. NDAയുടെ 12 സഖ്യകക്ഷികളുടെയും പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നുണ്ട്. 12 സഖ്യകക്ഷികളും ചേർന്നുകൊണ്ട് BJPയും മറ്റ് 12 സഖ്യകക്ഷികളും ഒക്കെ ചേർന്നുകൊണ്ടുള്ള വലിയ സ്വീകരണമാണ് ഇവിടെ ഇന്ന് അദ്ദേഹത്തിന് ഒരുക്കുന്നത്. അഭിവാദ്യം അർപ്പിക്കുമ്പോൾ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന വലിയ ഒരു ജനക്കൂട്ടം ഇവിടെ ഉണ്ടാകും. എന്തായാലും ഇപ്പോഴും നമുക്ക് മറ്റു ഭാഗങ്ങളിൽ, മറ്റ് ഇടങ്ങളിൽ നിന്നൊക്കെ എത്തുന്ന, കൊച്ചിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തകരെ കാണാം. ആ പ്രവർത്തകരെല്ലാം തന്നെ അധികം താമസിക്കാതെ തന്നെ കൂടുതൽ നടപടികൾ എല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് തന്നെ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥർ കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. ഈ മണിക്കൂറുകൾ മുന്നോട്ട് പോകും തോറും ഇത്തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ, ക്രമീകരണങ്ങൾ എല്ലാം ഏറ്റവും വിപുലമായ രീതിയിൽ തന്നെ ഇവിടെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയുമാണ് നമുക്ക് ഇവിടെ നിന്ന്, ഈ ഭാഗത്ത് നിന്ന്, സ്റ്റേഡിയത്തിന് മുൻഭാഗത്ത് നിന്നും നിലവിൽ കാണാൻ കഴിയുകയും ചെയ്യുന്നത്. വലിയ മുന്നേറ്റം ഈ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾക്ക് 35 റെയിൽവേ സ്റ്റേഷനുകളെ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ ആധുനിക നിലവാരത്തിൽ, അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിക്കുമ്പോൾ, അതിന് അറ്റകുറ്റപ്പണികൾ നടത്തി പുതുമോടി നൽകുമ്പോൾ, സമ്മാനിക്കുമ്പോൾ വലിയ മാറ്റമാണ് കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾക്ക്, കേരളത്തിന്റെ മുഖച്ഛായയ്ക്ക് തന്നെ മാറ്റമുണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി, റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ആ ചിത്രം നമ്മൾ കണ്ടതാണ്. ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷന്റെ ആ പഴയ രൂപവും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആ വലിയ മാറ്റവുമല്ല. ഇപ്പോൾ പ്രവർത്തകർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന, കലൂർ സ്റ്റേഡിയത്തിന് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തകരെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. വലിയ ആവേശത്തോടു കൂടി രാവിലെ തന്നെ പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നു. എത്രത്തോളം വലിയ സന്തോഷത്തിലാണ്, ആവേശത്തിലാണ് നിങ്ങളൊക്കെ ഉള്ളത്? നല്ല സന്തോഷത്തിലാണ്. നല്ല സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും നല്ല സന്തോഷത്തിലാണ്. പലതവണ അദ്ദേഹം കൊച്ചിയിൽ വന്നു, വിവിധ പ്രഖ്യാപനങ്ങൾ നടത്തി. കേരളത്തിന് ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങളെല്ലാം കൃത്യമായി തന്നെ അത് നമുക്ക് ലഭിക്കുകയും ചെയ്തു, കേരളത്തിന് ലഭിക്കുകയും ചെയ്തു. ഇനി അദ്ദേഹം എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ നടത്താൻ പോകുന്നു എന്നുള്ള ഒരു കാത്തിരിപ്പ്, ഒരു പ്രതീക്ഷ കൂടി ഉണ്ടാകും അല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. അതാണല്ലോ ഇത്രയും വന്നത്. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഇത്രയും ദൂരം ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു 3-3:30 ആകുമ്പോൾ നീറ്റു. അതുപോലെ തന്നെ ഇപ്പൊ ഈ സമയത്ത് ഇവിടെ എത്തണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഇത് കണ്ടിട്ട് പുലർച്ചെ തയ്യാറായി പ്രധാനമന്ത്രി എന്ന ഉള്ള ഒരൊറ്റ ചിന്തയോടുകൂടി ഇവിടേക്ക് എത്തി. ഇനി അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടിയുള്ള രക്ഷയ്ക്ക് വേണ്ടിയൊക്കെ മുന്നേറ്റങ്ങൾ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു സ്ത്രീ സമൂഹം, നിങ്ങൾ വനിതാ സമൂഹത്തിന് വേണ്ടി എത്തി. വലിയൊരു കൂട്ടായ്മയായിട്ട് വന്നതാണ്. നല്ലൊരു കാര്യമാണത്. ആളെ കാണണം എന്നുള്ള നല്ലൊരു ആഗ്രഹമാണ്. തീർച്ചയായും സന്തോഷം. പ്രധാനമന്ത്രിയുടെ സേവകരായിട്ട് ഞങ്ങളൊക്കെയും ഇത്രയും രാവിലെ തന്നെ ഇവിടെ വന്നത്, ഞങ്ങൾ ഇവിടുത്തെ വളണ്ടിയേഴ്സായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. വളരെയധികം സന്തോഷം. സ്ത്രീ സുരക്ഷയ്ക്ക് ഏറ്റവും ഉറപ്പു നൽകുന്ന ഒരു സർക്കാരാണ് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്.
അതിന്റെ ഒരു ആത്മവിശ്വാസം തന്നെയുണ്ട് ഈ സ്ത്രീ സമൂഹത്തിന് മുഴുവൻ അല്ലേ? സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. വളണ്ടിയേഴ്സായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്ന്. എത്രത്തോളം പ്രതീക്ഷയിൽ, എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് NDA BJP പ്രവർത്തകർ മുന്നോട്ട് കേരളത്തിൽ പോകുന്നത്? ഇപ്പോൾ അദ്ദേഹത്തിന്റെ വരവ് കൂടി ഉണ്ടാകുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട്. എന്തു തോന്നുന്നു? വളരെ നല്ല അഭിപ്രായമാണ്. NDA മുന്നേറിക്കൊണ്ടിരിക്കും. നല്ല വോട്ട് ശതമാനം നമുക്ക് കൊടുമെന്ന് ഉറപ്പുണ്ട്. പ്രധാനമന്ത്രി ആദ്യമായിട്ടാണ് കാണുന്നത്, അതിന്റെ സന്തോഷമാണോ അതോ നേരത്തെ? സന്തോഷമാണ്. പ്രധാനമന്ത്രി നേരിട്ട് കാണുന്ന മതിയായ ആഗ്രഹമുണ്ട്. കാണാൻ സാധിക്കുമോ അറിയില്ല. ഓക്കെ, എന്തു പറയുന്നു? തീർച്ചയായിട്ടും ഞങ്ങള് തൃശ്ശൂര് വന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അന്നും ഞങ്ങൾ വോളണ്ടിയേഴ്സായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും NDA കേരളത്തിൽ മുന്നേറും, അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ. അതെ, അതേ അഭിപ്രായം തന്നെയാണ്. NDA കേരളത്തിൽ മുന്നേറും, അതിന്റെ ഒരു ത്രില്ലിലാണ്. അദ്ദേഹത്തെ നേരിട്ട് കാണാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ടോ പ്രധാനമന്ത്രി? തൃശ്ശൂര് വന്നപ്പോ ഒരിക്കൽ അവിടെ വന്ന് കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇത് രണ്ടാമത്തെ ഒരു അനുഭവമാണ്. അദ്ദേഹം എന്താണ് ഇനി ജനങ്ങളോട് സംസാരിക്കുക, എന്തൊക്കെ വാക്കുകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നുള്ളതും കൂടി ഒരു ആകാംക്ഷ ഉണ്ടാവും അല്ലേ? തീർച്ചയായും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആകാംക്ഷയാണ് ഇനിയുള്ള മണിക്കൂറുകൾ. തീർച്ചയായും ഞാൻ മുന്നേ 2 വട്ടം കണ്ടിട്ടുണ്ട്. ഇത് 3-ാം വട്ടമാണ് കാണുന്നത്. ഞങ്ങൾ ചേലക്കരയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ പ്രധാനമന്ത്രി മാറ്റം ആവശ്യപ്പെടുന്നുണ്ടാണല്ലോ. സ്ത്രീ സുരക്ഷ കൂടുതലും പ്രധാനമന്ത്രി പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മാറാത്തത് മാറും. കൂടുതലായി MLA മാർ നമ്മുടെ കേരളത്തിൽ വരും. അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രവിക്കുന്നതിന് വേണ്ടിയുള്ള ആകാംക്ഷയുടെ മണിക്കൂറുകൾ, ഒപ്പം റോഡ് ഷോ അടക്കമുണ്ട്. അദ്ദേഹത്തിനെ അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അതെ, ഞങ്ങള് ചേലക്കര വരുന്നത്, തൃശ്ശൂർ ജില്ലയിൽ ചേലക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്നത്. ആദ്യമായിട്ടാണ് മോദിജിനെ കാണാൻ വരുന്നത്. അതിലൊരു ആകാംക്ഷ ഉണ്ട്, അത്ര പറയുള്ളൂ. വാക്കുകൾക്ക് അതീതമാണ് ഇനിയുള്ള മണിക്കൂറുകൾ എന്നാണ്. നമ്മള് മോദിജി എപ്പോഴും കാണാൻ പാലക്കാട് വന്നപ്പോ 10 years before 12 years before പോലെ ഞാൻ വന്നിട്ടുണ്ട്. അതേപോലെ എന്നും മോദിജി വരുമ്പോ ഞങ്ങൾ കാണാൻ വരാറുണ്ട്. അവരുടെ വാക്കുകൾ കേൾക്കാനുള്ള ഉത്സാഹത്തിനാണ് കാണാൻ വരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു തെരഞ്ഞെടുപ്പ് കാഹളം ഒരുങ്ങിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ വരവ്. എത്രത്തോളം പ്രതീക്ഷയാണ് ഇനിയുള്ളത് BJP പ്രവർത്തകർ? എന്തായാലും നമ്മൾ NDA മുന്നേറും, അത് ഉറപ്പാണ്. അതില് നല്ല ആത്മവിശ്വാസം ഞങ്ങൾക്ക് ഉണ്ട്. എന്തായാലും കേരളത്തിലെ BJP എന്തായാലും മുന്നേറും, അത് ഉറപ്പാണ്. വലിയ ആവേശത്തിൽ നമ്മൾ ഈ വാക്കുകളിൽ നിന്നെല്ലാം കേൾക്കുന്നത്. അതെ മിഥുൻ, അതുതന്നെയാണ് ഏവർക്കും പറയാനുള്ളത്. എല്ലാവർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുക, അതിലുപരി അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി കാതോർക്കുക, രാഷ്ട്രീയമായി ചിന്തിക്കുകയാണെങ്കിൽ എന്തെല്ലാം വികസന പദ്ധതികളായിരിക്കും കേരളത്തിന് കേന്ദ്ര സർക്കാർ നൽകുക, അത്തരം പ്രതീക്ഷകളൊക്കെ വയ്ക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഒരു വലിയ മാറ്റം തന്നെയാണ് ഏവരും ആഗ്രഹിക്കുന്നത്. ഇത്രയും നാളും വെറും രാഷ്ട്രീയ ഭരണം കാഴ്ചവെച്ചതുപോലെയല്ല, ഇനി ഒരു വികസന രാഷ്ട്രീയം, വികസിത കേരളം